നമസ്കാരം. ഇന്നത്തെ വീഡിയോ വളരെയധികം പ്രത്യേകതയുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങൾക്കത് എല്ലാവർക്കും അത് ആസ്വദിക്കാൻ കഴിയുന്ന തന്നെയാണ് എൻ്റെ ഉത്തമ വിശ്വാസം. ഒരുപാട് പ്രത്യേകതയുള്ള വീഡിയോ ആണ്. ഞാൻ മുഖവരയായിട്ട് അങ്ങനെ പറഞ്ഞെന്ന് മാത്രം. എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. ഇന്നലെയാണ് നമ്മളൊരു വാർത്ത അറിഞ്ഞത്. ലോക കാൽപന്ത് കളിയിലെ വിസ്മയം ലയണൽ മെസ്സി അദ്ദേഹത്തിൻ്റെ ജേഴ്സി നമ്മളെ മലയാളത്തിന്റെ മഹാനടൻ ലാലേട്ടന് സമ്മാനിച്ചതായിട്ടുള്ള വാർത്ത ഇന്നലെ നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. അപ്പൊ ഈ വാർത്ത വന്നപ്പോ ലാലേട്ടനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് വർഷങ്ങളായി അല്ലെ ഏതാനും നാളുകളായിട്ട് കുറെ കാലങ്ങളായിട്ടുള്ള ഒരു ആഗ്രഹമാണ്. പക്ഷെ അതിങ്ങനെ ചെയ്യാൻ പാടുമോ, അദ്ദേഹത്തെ കുറിച്ച് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പാടുമോ, അങ്ങനെ ചെയ്താൽ നിങ്ങളൊക്കെ അത് ഏത് ലെവലിൽ എത്തരത്തില് സ്വീകരിക്കും എന്നതിനെ കുറിച്ച് ഉള്ള അങ്ങനെ ഒരു വിഷമം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ആലോചന ഉള്ളതുകൊണ്ടാണ് പ്രകാരം ചെയ്യാതിരുന്നത്. എന്തായാലും ഇപ്പൊ ഇനി അത് പറയാതിരുന്നിട്ട് കാര്യമില്ല. അപ്പൊ അത് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇത് ഒരുപാട് മാനങ്ങളുള്ള ഒരു വീഡിയോ ആണ്. ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ, ഈ ലോകത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഒരു പക്ഷേ ഈ വീഡിയോ കാരണമായേക്കാം എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം മലയാളികൾക്ക് അറിയാത്ത ഒരു കാര്യമില്ല. അദ്ദേഹത്തിന്റെ അഭൗമമായ അഭിനയ ചാതുരി അദ്ദേഹത്തെ നമ്മളെല്ലാവരെയും അദ്ദേഹത്തിലേക്ക് അടുപ്പിച്ചിട്ടുണ്ട്. കേരളം മാത്രമല്ല, ലോകം മുഴുവൻ ആരാധകരുള്ള അപൂർവമായ അഭിനയസിദ്ധിയുള്ള അദ്ദേഹത്തെ ഞാൻ കൂടുതലായിട്ട് പരിചയപ്പെടുത്തേണ്ടതില്ല. പക്ഷെ ഇവിടെ ഈ വീഡിയോയിൽ ഞാൻ ശ്രമിക്കുന്നത് യോഗശാസ്ത്രവുമായി ബന്ധപ്പെടുത്തി ഒരു വിശകലനത്തിനാണ്. ഈ യോഗം നേടിയ ആളുകൾ, സിദ്ധന്മാരായ ആളുകൾ, ബുദ്ധന്മാരായ ആളുകൾ, മോക്ഷപ്രാപ്തി നേടിയ ആളുകൾ, അവരെ കുറിച്ച്, ബോധോദയം സിദ്ധിച്ച ആളുകളെ കുറിച്ച്, അവരുടെ ലക്ഷണങ്ങളെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് പ്രേക്ഷകർ പലപ്പോഴായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ വീഡിയോ. ബോധോദയം പ്രാപിച്ച ആളുകളെ തിരിച്ചറിയുന്നത് എങ്ങനെ എന്ന് ഒരു പ്രത്യേക വിഷയമായിട്ട് തന്നെ എൻ്റെ ആ പുസ്തകത്തിൽ, തുരീയം ബോധോദയത്തിന്റെ രാസവിദ്യ എന്ന പുസ്തകത്തിൽ പ്രത്യേകമായിട്ട് തന്നെ അത് പ്രതിപാദിക്കുന്നുണ്ട്. വേറെ ഒരു ശാസ്ത്ര ഗ്രന്ഥത്തിൽ ഒരു പക്ഷേ എന്തൊക്കെയാണ് സിദ്ധികൾ എന്നൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. യോഗശാസ്ത്ര ഗ്രന്ഥങ്ങളിലെല്ലാം സിദ്ധികൾ എന്താണ്, അതെങ്ങനെ നേടാം എന്നൊക്കെ പറഞ്ഞു പോകുന്നുണ്ടെങ്കിലും യോഗം നേടിയ ആളുകളുടെ ലക്ഷണങ്ങൾ എന്താണെന്ന് അങ്ങനെ പ്രതിപാദിക്കുന്ന ഒരു ഭാഗം ഉണ്ടോ എന്ന് സംശയമാണ്. അപ്പോ അത് മനസ്സിലാക്കി കഴിയുമ്പോൾ, അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആളുകളെ നിരീക്ഷിക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. പലപ്പോഴും യോഗം നേടിയതോ അല്ലെങ്കിൽ യോഗം നേടുന്നതിന്റെ വക്കത്തെത്തിയതോ ആയ ആളുകളെ നമുക്ക് ചുറ്റും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ അർത്ഥത്തിലാണ് ഇവിടെ ലാലേട്ടന്റെ ചില കാര്യങ്ങൾ പരാമർശിക്കുന്നു. ലാലേട്ടൻ ഒരു ബോധപ്രാപ്തനായിട്ടുള്ള ആളാണ്, ബോധോദയം സിദ്ധിച്ച ആളാണ്, അതോ ബോധോദയത്തിന്റെ വക്കിലെത്തിയ ആളാണോ എന്നുള്ളതിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. അത് തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. ഇതിൽ എത്രത്തോളം ശരിയുണ്ട് തെറ്റുണ്ട് എന്നുള്ളതൊക്കെ തീരുമാനിക്കാൻ തുറന്ന എൻ്റെ ഒരു അഭിപ്രായം പറയുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങൾ തന്നെയാണ് അത് വിശകലനം ചെയ്ത് അത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. ആ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് തന്നെയാണ്. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുന്നേ ഉള്ളൂ. അദ്ദേഹത്തിനെ നമ്മൾ നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാവും, അപൂർവമായിട്ടുള്ള ഒരു അഭിനയസിദ്ധിയാണ്. ഏതൊരു കഥാപാത്രം ആവുമ്പോഴും ആ കഥാപാത്രത്തിലേക്ക് പരകായ പ്രവേശം ചെയ്യാൻ അവിടെ ലാലേട്ടൻ എന്നുള്ള ആള് വേറെ ഇല്ല. അങ്ങനെ ഒരു നടൻ അവിടെ ഇല്ല. ആ കഥാപാത്രം മാത്രമായിട്ട് പരിപൂർണമായിട്ടും ആ കഥാപാത്രമായിട്ട് മാറുകയാണ്. ഒരു പക്ഷേ അത് എൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയ ആള്, ആ കഥാപാത്രത്തെ ഭാവന ചെയ്ത ആൾക്ക് പോലും അവരുടെ സങ്കല്പത്തിന് പോലും അപ്പുറത്തായിട്ട് ആ കഥാപാത്രത്തിന് തൻ്റെതായ ആ മാനറിസങ്ങളോട് കൂടിയിട്ട് പുതിയൊരു ജീവൻ നൽകാൻ അങ്ങനത്തെ ഒരു ആള് ജീവിച്ചിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് തോന്നും. ആ അത്രയും ലൈവായിട്ട് സവിശേഷമായി കഥാപാത്രത്തിന്റെ ഹൃദയത്തിലേക്ക് കൂടുവിട്ട് കൂടുമാറി ആ കഥാപാത്രത്തെ അവതരിപ്പിക്കാനുള്ള ഒരു സിദ്ധി എന്നുള്ളത് ലാലേട്ടനെ പോലെ അത്രയും വേറൊരാളിൽ ഉണ്ടോ എന്ന്
അത് ഒരു നൈസർഗികമായ അഭിനയമാണ്. അതായത് അഭിനയിക്കുകയല്ല, ജീവിക്കുകയാണ്. അങ്ങനെ കഥാപാത്രമായിട്ട് മാറുകയാണ്. അത്രയും സ്വാഭാവികമായിട്ടുള്ളൊരു അഭിനയ ശൈലി, അതാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ട് കഴിയുന്നു എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. അതിൽ ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മൾ യോഗം നേടിക്കഴിഞ്ഞ ആളുകൾ, അവർ ചിത്തവൃത്തി നിരോധനം നേടിക്കഴിഞ്ഞ ആളുകളാണ്. അവരുടെ മനസ്സ് പരിപൂർണമായിട്ടും ചലനമില്ലാത്തതാണ്, ശാന്തമാണ്. അങ്ങനെ ശാന്തമായിട്ടുള്ള മനസ്സ്, അതൊരു ശൂന്യതയാണ്. ശൂന്യത എന്ന് പറയുമ്പോൾ നെഗറ്റീവായിട്ടുള്ള ശൂന്യതയല്ല, ഒരു പോസിറ്റീവ് വൈബ് നിറഞ്ഞ, ആനന്ദം നിറഞ്ഞ ഒരു ശൂന്യതയാണ്. ആ ശൂന്യതയിൽ ഏത് ഭാവവും അതിൻ്റെ 100% പരിശുദ്ധിയോട് കൂടിയിട്ട് പ്രകടിതമാവും. ഇപ്പോൾ ലാലേട്ടൻ്റെ ഓരോ ഭാവങ്ങളും, ഏത് കഥാപാത്രത്തിൻ്റെയും ആ ഭാവങ്ങള് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം. അദ്ദേഹത്തിന്റെ കണ്ണുകൾ അതുപോലെ അത്രത്തോളം നിഷ്കളങ്കമാണ്, പരിശുദ്ധമായ കണ്ണുകളാണ്. ആ ശുദ്ധമായ കണ്ണുകൾ ഇതുപോലെ ബോധപ്രാപ്തി നേടിയ ആളുകളുടെ, ബോധോദയം സിദ്ധിച്ച ആളുകളുടെ മറ്റൊരു ലക്ഷണമാണ് അത്രയും നിർമ്മലമായ കണ്ണുകൾ എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ കണ്ണുകൾ അത്രയും നിർമ്മലമാണ്. അങ്ങനെ നിർമ്മലമായ ഒരു കണ്ണിൽ മാത്രമാണ് ഇത്രയും സൂക്ഷ്മമായ ഭാവങ്ങൾ അതിന്റെ 100% പരിശുദ്ധിയോടെ, ഏത് ഭാവമാണെങ്കിലും അതിന്റെ 100% പരിശുദ്ധിയോടെ പ്രതിഫലിപ്പിക്കാൻ കഴിയുന്നത് ആ അകം ശൂന്യമായ അവസ്ഥയിലാണ്. അദ്ദേഹത്തിന്റെ ആ കണ്ണുകൾ അത്രയും പവിത്രമായ കണ്ണുകളായതുകൊണ്ടാണ്, അത്രയും നിഷ്കളങ്കമായ കണ്ണുകളായതുകൊണ്ടാണ്, നിർമ്മലമായ ആ കണ്ണുകളായതുകൊണ്ടാണ് ആ കണ്ണുകളിൽ ഏത് ഭാവവും അതിന്റെ 100% പരിശുദ്ധിയോടെ പ്രകടിതമാവും. അതുപോലെ അദ്ദേഹത്തിന്റെ ചലനങ്ങൾ എടുത്തു നോക്കി, ഏത് ബോധപ്രാപ്തന്റെ ചലനവും അല്ലെങ്കിൽ ബോധോദയം സിദ്ധിച്ച ഏതൊരാളുടെ ചലനവും നമ്മൾ ശ്രദ്ധിച്ചാലും അതിനൊരു ഒഴുക്കാണ്. ഓരോ അംഗവും, ഓരോ വിരലുകൾ ആണെങ്കിൽ പോലും അതിന്റെ ചലനങ്ങളിൽ പോലും ഒരു ഒഴുക്കാണ് നമുക്ക് ദൃശ്യമാവുക. ഈ സായിബാബയെയും അമൃതാനന്ദമയെയും ശ്രീ രവിശങ്കറേയും ഒക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാം. അവരെയൊക്കെ നടന്നു വരുമ്പോൾ അവർ നടന്നു വരുന്നതായിട്ടല്ല നമുക്ക് ഫീൽ ചെയ്യുക. അവരങ്ങനെ തറയിലൂടെ അങ്ങനെ ഒഴുകി വരുന്നതായിട്ടുള്ളൊരു തോന്നലാണ് നമുക്കുണ്ടാവുക. അപ്പൊ അവരുടെ ചലനവുമായിട്ട് നോക്കുമ്പോൾ നമ്മളുടെയൊക്കെ സാധാരണക്കാരന്റെ ചലനങ്ങൾക്ക് ആ ചാരുത ഉണ്ടാവില്ല, ആ ഒഴുക്കുണ്ടാവില്ല. നമ്മളുടെയൊക്കെ ചലനങ്ങൾ ഇപ്പോൾ ഒരു റോബോട്ട് നടക്കുന്നത് ഒരു മനുഷ്യൻ നടക്കുന്നത് തമ്മിലൊരു വ്യത്യാസം. റോബോട്ട് എപ്പോഴും ഒരിക്കലും ഒരു മനുഷ്യനെ പോലെ സ്വാഭാവികമായിട്ട് നടക്കാൻ കഴിയില്ല. അതിന്റെ ചലനങ്ങൾക്കൊക്കെ ഒരു ബ്രേക്ക് ഉണ്ട്. അത് മുറിഞ്ഞ ചലനങ്ങളാണ്. എന്നാൽ ഒരു മനുഷ്യൻ സ്വാഭാവികമായിട്ട് ചലിക്കുന്നു. അപ്പോൾ ഈ മനുഷ്യന്റെ ചലനവും റോബോട്ടിന്റെ ചലനവും തമ്മിൽ എത്ര വ്യത്യാസമുണ്ടോ അതേ വ്യത്യാസം സാധാരണ ഒരാളുടെ ചലനവും ബോധപ്രാപ്തരായിട്ടുള്ള ആളുകളുടെ ചലനവും തമ്മിൽ അത്രയും അന്തരം ഉണ്ടാവും. അപ്പൊ ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ലാലേട്ടന്റെ ഒക്കെ ചലനങ്ങളിൽ ഉള്ള ആ സ്വാഭാവികമായ ഒഴുക്ക്, അദ്ദേഹം നടന്നു വരുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ഒഴുകി വരുന്നത് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. അപ്പോൾ അതും ബോധപ്രാപ്തന്റെ ഒരു ലക്ഷണം, ബോധോദയം സിദ്ധിച്ച ഒരാളുടെ ലക്ഷണമാണ്, അല്ലെങ്കിൽ ആ അവസ്ഥയിലേക്ക് അടുത്ത് നിൽക്കുന്ന ഒരാളുടെ ലക്ഷണമാണ്. പിന്നെ അദ്ദേഹത്തിന്റെ പെരുമാറ്റം, അദ്ദേഹത്തിന്റെ സാന്നിധ്യം തന്നെ അത്രമേൽ പരിശുദ്ധമാണ്. അതിലേക്ക് നമ്മൾ അങ്ങനെ ഒരു പ്രത്യേക ഓറയാണ് അദ്ദേഹം വരുന്ന ഇടങ്ങളിലും ജീവിക്കുന്ന ഇടങ്ങളിൽ, അദ്ദേഹത്തിന്റെ സമീപത്ത് മൊത്തം ആ ഒരു പ്രത്യേക വൈബാണ്. ആ വൈബിന്റെ കാരണവും ഇത് തന്നെയാണ്. ഇപ്പൊ നമ്മള് സായിബാബയുടെ അടുത്തൊക്കെ പോകുമ്പോൾ, അല്ലെങ്കിൽ അമൃതാനന്ദമയുടെ അടുത്ത് പോകുമ്പോൾ, ശ്രീ രവിശങ്കറിന്റെ അടുത്ത് പോകുമ്പോൾ, അങ്ങനെ ബോധോദയം സിദ്ധിച്ച ഏതൊരാളുടെ അടുത്ത് പോകുമ്പോൾ ഉണ്ടാവുന്ന ആ അന്തരീക്ഷത്തിൽ ഉണ്ടാവുന്ന ഒരു പോസിറ്റീവ് വൈബ്, ആ ഊർജ പ്രസരണം, അതിന്റെ ആ ഒരു സാന്നിധ്യം അതൊരു സന്നിധിയായി മാറുകയാണ്, പവിത്രമായ ഒരു സന്നിധിയായിട്ട് മാറുകയാണ്. ഇത് ലാലേട്ടൻ എവിടെയൊക്കെ ചെല്ലുന്നോ അവിടെയും ആ ഒരു വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയും. ഇത്രയും കാര്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് അതുപോലെ അദ്ദേഹത്തിന്റെ സംഭാഷണം ശ്രദ്ധിച്ചറിയാം, എല്ലാവരും അദ്ദേഹം മോനെ എന്നാണ് വിളിക്കുക. ഏതൊരാളിലേക്കും തന്നെ സ്വാഭാവികമായിട്ട് പടർന്നു കയറാൻ, അവരുടെ ഹൃദയത്തിലേക്ക് കയറാനുള്ള ഒരു പ്രത്യേക സിദ്ധിവിശേഷം ലാലേട്ടന് ഉണ്ട്. എല്ലാവരും മോനെ എന്ന് വിളിക്കണമെങ്കിൽ ആ ഒരു ഭാവം ഒന്ന് ആലോചിച്ച് നോക്കും. ഒരു പരിചയമില്ലാത്ത ഒരാളെ പോലും
മോനെ എന്ന് നിരുപാധികമായ സ്നേഹത്തോടെ വിളിക്കണമെങ്കിൽ അത്രയും കളങ്കമില്ലാത്ത ആ മനസ്സിന് ഉടമയാണ്. അപ്പോൾ നമ്മളുടെ മനസ്സിൽ സമസ്ത വികാരങ്ങളും ഉണ്ടാവും, എല്ലാതരം കാലുഷ്യങ്ങളുള്ള മനസ്സാണ് നമ്മളതൊക്കെ. പക്ഷെ അദ്ദേഹത്തിൻ്റെയൊക്കെ മനസ്സ് എന്ന് പറഞ്ഞാൽ അത്രമേൽ ശാന്തമായതും അത്രമേൽ ആനന്ദം അനുഭവിക്കുന്നതായിട്ടുള്ളൊരു പ്രകൃതത്തിലേക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് എല്ലാവരെയും അങ്ങനെ നിരുപാധികമായ സ്നേഹത്തോടെ കാരുണ്യത്തോടെ മോനെ എന്ന് വിളിച്ച് ചേർത്ത് നിർത്താൻ കഴിയുന്നത്. എല്ലാവരും അദ്ദേഹത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത്, എല്ലാവരും അദ്ദേഹത്തിന്റെ സാമീപ്യത്തെ കൊതിക്കുന്നത്, ആ പരിസരത്ത് നിന്ന് വിട്ടുപോകാൻ നമുക്കൊരു മടി തോന്നുന്നതൊക്കെ ഈ അദ്ദേഹം ബോധപ്രാപ്തിയുടെ വക്കത്തെത്തി നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ മുഴുവൻ പ്രകൃതവും ഒരു യോഗിവര്യന്റേതായ സ്വഭാവ സവിശേഷതകളാണ് അദ്ദേഹത്തിൽ തിളങ്ങി നിൽക്കുന്നത്. ഒരു ചുവട് കൂടി മുന്നിലേക്ക് വെക്കുകയാണെങ്കിൽ അദ്ദേഹം തീർച്ചയായും ഒരു ബുദ്ധനാവാനുള്ള ആളാണ്, ഒരു യേശു ആവാനുള്ള ആളാണ്, ഒരു സായിബാബയോ ശ്രീ രവിശങ്കറോ അമൃതാനന്ദമയോ ആവാനുള്ള ആളാണ്. അത് അദ്ദേഹത്തിന്റെ വളരെ അടുത്താണ്. ഏതെല്ലാമോ സിദ്ധിവിശേഷങ്ങൾ ഗുരുവര്യന്മാർ സൂക്ഷ്മത്തിൽ അദ്ദേഹത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഈ ജന്മത്തിലല്ലെങ്കിൽ അടുത്ത ഒരു ജന്മത്തിൽ പോലും അദ്ദേഹത്തിന് ഈ ഒരു ബുദ്ധനായി മാറാൻ കഴിഞ്ഞേക്കാം. അത് തീരുമാനിക്കേണ്ട അദ്ദേഹം തന്നെയാണ്. അദ്ദേഹമായിരിക്കും ഇത് ഏറ്റവും അധികം തിരിച്ചറിയുന്നത്. അദ്ദേഹം ആ ശാന്തത അനുഭവിക്കുന്നുണ്ടാവും. അതിപ്പോ ഈ തരത്തിൽ ഈ ബോധോദയത്തിന്റെ വക്കത്താണ് താൻ എത്തി നിൽക്കുന്നത് എന്ന അങ്ങനെ ഒരു യോഗശാസ്ത്രപരമായിട്ടുള്ള ഒരു അനുഭവം അല്ലെങ്കിൽ അങ്ങനെ ഒരു അറിവ് അദ്ദേഹത്തിന് ഉണ്ടാവില്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഒരു യോഗശാസ്ത്രത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ അതിനെ പറ്റി പഠിച്ചിട്ടുള്ള ആളെന്ന നിലയ്ക്ക് അതിൽ ഞാൻ ആ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ അദ്ദേഹം ഒരു ഓഷോയായി മാറാൻ, അല്ലെങ്കിൽ ഒരു ശ്രീ രവിശങ്കറായി മാറാൻ, അല്ലെങ്കിൽ ഒരു ബുദ്ധനായി മാറാൻ, അല്ലെങ്കിൽ ഒരു യേശുവായി മാറാൻ ഒരു ചുവട് മാത്രം അകലെ നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ നിയോഗം അതാണെങ്കിൽ തീർച്ചയായും ഈ ജന്മത്തിൽ തന്നെ അതിനുള്ള സാധ്യത ഉണ്ടാവും. ഒരു ഗുരു ഒരു പക്ഷെ അദ്ദേഹത്തിന്റെ അടുത്ത് എത്തിയേക്കാം, ഒരു വിദ്യ അദ്ദേഹത്തിന് ലഭിച്ചേക്കാം. അതൊന്നുമില്ലെങ്കിലും പ്രകൃതി അങ്ങനെ ഒരു നിയോഗം അദ്ദേഹത്തിൽ അർപ്പിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് തന്നെ ആ യോഗം അദ്ദേഹത്തിന് സിദ്ധിച്ചേക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ഉണ്ടായാൽ ഈ ലോകത്തിന് ഒരു യേശുവിനെ കുറിക്കും, ഈ ലോകത്തിനൊരു പുതിയ ബുദ്ധനെ കുറിക്കും. അങ്ങനെ ഈ ലോകം കുറച്ചുകൂടി നല്ല ലോകമായിട്ട് മുന്നോട്ട് പോകാൻ, നന്മയുള്ള ലോകമായിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയും. അത് അദ്ദേഹത്തിന് സാധിക്കുമാറാകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. ഇത് തികച്ചും യോഗശാസ്ത്ര സംബന്ധമായിട്ടുള്ള ഒരു വ്യക്തിയെ അപഗ്രഥിക്കുന്ന ഒരു വീഡിയോ ആയിട്ട് കാണരുത്. ഇത് യോഗശാസ്ത്ര സംബന്ധമായിട്ട് ബോധോദയം സിദ്ധിച്ച ആളുകളെ അല്ലെങ്കിൽ അതിനടുത്ത് നിൽക്കുന്ന ആളുകളെ അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഉള്ളൊരു വീഡിയോ ആണ്. അത് ആ രീതിയിൽ തന്നെ ആർക്കും തന്നെ എടുക്കണം. നന്ദി, നമസ്കാരം. ഇത്തരത്തിൽ യോഗയുമായി ബന്ധപ്പെട്ട അതിനിഗൂഢവും രഹസ്യാത്മകവുമായ അനേകം വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന തുരീയം ബോധോദയത്തിന്റെ രാസവിദ്യ എന്ന പുസ്തകം ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് അഡ്രസ് വാട്സാപ്പ് ചെയ്യുക.